നല്ല എരിപൊരി വെയില, എരിപൊരി വെയില് കേട്ടോ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇവിടുന്നാണ്. കാരണം എന്താ വെച്ചാല്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ മോനിക്കുട്ടനെയും കൊണ്ട് ഒരു സ്കൂളിൽ വരെ പോകണമെന്നുള്ളത്. അപ്പൊ രാവിലെ എനിക്ക് തന്നെ പോകാൻ വയ്യാത്തതുകൊണ്ട് മുത്തിനെ കൂടെ കൂട്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ 3 പേരും കൂടെ ബസ്സിന് പോയി. ബസ്സിന് പോയാൽ സ്കൂൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. അപ്പൊ ആ വെയിലെല്ലാം കൊണ്ട് ഒരുമാതിരി മയങ്ങി. പക്ഷെ പോയി അവിടെ ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അവര് പേരൻസിനെ വിളിച്ചൊരു ചെറിയൊരു ഇന്റർവ്യൂ പോലൊക്കെ ഉണ്ടായിരുന്നു. അതിന് വിളിച്ചിരുത്തി. അപ്പൊ മോനിക്കുട്ടനോട് ചോദിച്ചു, ഇതേപോലെ ഹോസ്റ്റൽ നിന്ന് പഠിക്കണം, എന്താ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മോനിക്കുട്ടന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ്. പിന്നെ എന്താ പറയുന്നത്, ഞാൻ നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ, അവന് ഇഷ്ടമല്ലാത്ത കാര്യം. അത് പ്രത്യേകിച്ച് ഇങ്ങനെ മാറി നിന്നുള്ള പഠിത്തം എന്ന് പറഞ്ഞാൽ അവന് മാനസികമായിട്ട് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അതൊരു വിഷമമല്ലേ. അപ്പൊ അവന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിടാം എന്നുള്ള രീതിയിലായിരുന്നു ഞാനും പോയത്. അപ്പൊ അവിടെ അവരോട് പറഞ്ഞു, അവന് അങ്ങനെ ഹോസ്റ്റലിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അതിനൊരു താല്പര്യമില്ലായ്മ ഉണ്ട്. അപ്പം ഒന്നുകൂടി എന്നാൽ സംസാരിച്ചിട്ടൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. എന്തായാലും ഞാൻ നിർബന്ധിക്കത്തില്ല. കാരണം നമ്മൾ ചുറ്റുപാടും കാണുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധിച്ച് മോനിക്കുട്ടിനെ അങ്ങോട്ട് വിടത്തില്ല. പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പിന്നെ മുത്തിനാണെങ്കിലും താല്പര്യമില്ല ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ 3 പേരുടെ തിരിച്ചു പോരുന്നു. തിരിച്ചു വന്ന് എന്താ പറയുന്നത്, അവര് വീട്ടിലോട്ട് പോയതാ കേട്ടോ. അപ്പോൾ 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരും. നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്. വാർഡ് 3 റിലീസായപ്പോൾ തൊട്ട് പോകണമെന്നുള്ളത്. അപ്പം അതൊന്ന് കണ്ടേച്ചും വരാം. പിന്നെ ഫസ്റ്റ് ഷോയ്ക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. 5:30 ആകുമ്പം ഷോ തുടങ്ങും. ഞങ്ങൾ പോയി സിനിമ കണ്ടിട്ട് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാരമില്ല, നാളെ പറയാം. സേവനം നടത്തി വരുന്ന ഒരു സ്ഥാപനം രാജകുമാരി നമ്മൾ ആരാണെന്ന് കൂടുതൽ ഉറപ്പുവരുത്തുന്നു. സൗന്ദര്യം ഒരു അനുഭവമാണ്. ആ അനുഭവത്തിന് വർഷങ്ങളായ വിശ്വാസത്തിന്റെ പേരാണ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ജോലി ചെയ്യുന്ന മലയാളി മാനേജ്മെന്റിനാൽ നടത്തുന്ന സൂര്യ കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് BSc ജീവിതം പോസ്റ്റ് BSc. കൊള്ളാൻ ഇടയ്ക്കങ്ങ് ഉറക്കം വന്ന് AC അടിച്ചപ്പോ. സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നു. കഴിക്കാൻ ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. മോമോസിൻ്റെ അവിടെ പോയി വെജ് മോമോസ് ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് ഓർത്തുണ്ട്, പക്ഷേ ഇല്ലായിരുന്നു. പിന്നെ പോയി ദോശ വാങ്ങിച്ചു. ദോശയുടെ കൂടെ സാമ്പാറുണ്ട്. പിന്നെ
ഒന്ന് കുളിച്ചേച്ചും വരാം. നല്ല സിനിമയായിരുന്നു കേട്ടോ, കുറേ ചിരിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. കുറേ ചിരിക്കാനും കോമഡിയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. തല കഴുകിയില്ല, കുളിച്ചു. തല കഴുകിയില്ല, മേല് കഴുകിയതേ ഉള്ളൂ കേട്ടോ. 9 മണിയായതുകൊണ്ട് പിന്നെ ഇനിയിപ്പം തല കഴുകണ്ടെന്ന് വെച്ചു. ഇച്ചിരി മുളക് ഉടയ്ക്കുക, മുളക് ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ. എളുപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കുക, ചുവന്നുള്ളി ഒന്നും ചേർക്കുന്നില്ല. ചുമ്മാ ഇച്ചിരി എരിയും പുളിയൊക്കെ വേണ്ടേന്ന് ഓർത്ത് കേട്ടോ. ഒരു സാമ്പാറും പിന്നെന്താ നോൺ വെജ് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം രണ്ടുപേരുടെ മുഖം അങ്ങ് മങ്ങി. പിന്നെ എന്തെങ്കിലും വിശപ്പിന് കഴിക്കണമല്ലോ. ഞാനും ഒരു ദോശ കഴിക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് വെയിൽ കൊണ്ട് തന്നെ എൻ്റെ ഒരു ക്ഷീണം കേട്ടോ. കുറെ വെയിൽ കൊണ്ടിന്ന്, നല്ല വെയിൽ കൊണ്ടു. ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, 2-3 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ ആ റൂട്ടിലോട്ട് ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. കഴിക്കണ്ടേ? കഴിക്കാൻ പോവാം. മോനുവേ ഇത്ര സാമ്പാറേ ഉള്ളോ? ആ ചമ്മന്തി അമ്മ എടുത്തു. ചമ്മന്തി ആർക്കെങ്കിലും വേണം? ആ പുള്ളി എന്നാ വരാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട ചമ്മന്തിയാ? എനിക്ക് ആ AC-ക്കകത്തിരുന്ന് തല പെരുത്തു പോയി പ്രിയങ്ങളെ. അതുകൊണ്ടാണ് എനിക്കൊരു മന്ദത കേട്ടോ, മിണ്ടാനൊന്നും ഉള്ളൂ ഒരു ഉഷാറില്ല. ഞാൻ അവരോട് രണ്ടുപേരോടും പറഞ്ഞ് നിങ്ങൾ പോയി സിനിമ കാണാനേ, അപ്പോൾ അവർ പോകത്തില്ല, ഞാനുണ്ടെങ്കിലേ പോകത്തുള്ളൂ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഞാൻ പോയത്. അപ്പോൾ ഒരു ദോശയും ഇച്ചിരി മുളക് ചമ്മന്തിയും സാമ്പാറും ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിക്കട്ടെ, നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.